അമൃത, ഇക്കാര്യത്തിൽ ആശയവിനിമയം നിലവിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പല മേഖലകളിലായി ആശയവിനിമയം നടത്തുകയാണ് എന്നാണ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയത്. രാജ്ഭവനുമായുള്ള ആശയവിനിമയം നിലവിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എന്തായാലും ഗവർണർ രാജ്ഭവനിൽ എത്തിയിട്ടില്ല. 20-ാം തീയതിയാണ് ഗവർണർ തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് എന്തായാലും ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു സമവായ നീക്കത്തിന് മന്ത്രി ആർ ബിന്ദുവും ഒപ്പം തന്നെ മന്ത്രി പി രാജീവും ചേർന്ന് അവിടെ എത്തി സംസാരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഒരുങ്ങുന്നത്. നിലവിൽ 2 സർവകലാശാല ബില്ലുകളും ഗവർണർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ 2ലും ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല. മറിച്ച് പ്രസിഡന്റിന് അയക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ സർവകലാശാലകളെ പൂർണ്ണമായും സംബന്ധിച്ച ചില വിഷയങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്, പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായും പരിഹരിക്കാൻ ഏതൊക്കെ തലങ്ങളിൽ സമവായത്തിൽ എത്താം എന്നുള്ള ഒരു ആലോചനയാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നത്. അതിന് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. അതുകൊണ്ട് ഈ സർവകലാശാലകളിലെ ഒരു ഭരണ പ്രതിസന്ധി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ അത് തിരിച്ചടിയാകുമെന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച പല ഫയലുകളും ഒപ്പുവെക്കാനുണ്ട്, നയപരമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനുണ്ട്. അതൊക്കെ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നത്. അത് ആശാവഹമല്ല എന്ന് കണ്ടതിനെ തുടർന്ന് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിന് രാജ്ഭവനും ഒപ്പം തന്നെ വൈസ് ചാൻസലറും ഒക്കെ ഏത് തരത്തിൽ അതുമായി സമവായത്തിൽ എത്തും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. എന്തായാലും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം മന്ത്രി നേരിട്ട് തന്നെ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 20 ദിവസങ്ങൾക്ക് ശേഷം സർവകലാശാലയിൽ എത്തുകയും ഏകദേശം 1538 വരുന്ന ഫയലുകൾ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതേ രീതിയിൽ തന്നെ മറ്റ് സർവകലാശാലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാജ്ഭവനുമായി നേരിട്ടൊരു ആശയവിനിമയവും ഒരു സംയമന പാതയും തുറക്കുക എന്നുള്ളതാണ് നിലവിൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. അമൃത. സേവ്യർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അലോഷ്യസ് സേവ്യർ, നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ കാരണം തന്നെ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നീക്കങ്ങൾ ആശയവിനിമയത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള അവരുടെ ആ ഒരു നീക്കത്തെ എങ്ങനെ കാണാം? ാക്കിയിരുന്നു സർക്കാർ ഗവർണർ പോര് മുറുകുമ്പോൾ ഇവിടെ ബലിയാടാക്കപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയെ ആശ്രയിച്ച് പഠനം നടത്തി, പഠനം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ പഠനവുമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ. ഈ സാഹചര്യങ്ങൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ പോരാട്ടം അല്ലെങ്കിൽ പോരിന്റെ വിഷയത്തെ വളരെ വേദനാജനകമായി തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾ അത് ആദ്യമേ തന്നെ പറഞ്ഞു. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തി വിഷയങ്ങൾ പരിഹരിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു കോൺഫിഡൻസ്, നമ്മുടെ സർവകലാശാല സംവിധാനങ്ങളോടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടാൻ നമ്മൾ അത് കാരണമാക്കരുത്. കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ നിന്ന് തന്നെ വിദേശത്തേക്ക്, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിശ്വാസമില്ലാതെ പഠനം ഉപേക്ഷിച്ച് വിദേശത്ത് പോകുന്ന ഒരു സാഹചര്യത്തിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ആക്കം കൂട്ടാൻ മാത്രമേ ഇത്തരം പോരാട്ടങ്ങൾക്ക് കാരണമാകുള്ളൂ എന്നുള്ളൊരു നിലപാട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ സർക്കാർ നടത്തുന്ന ചർച്ചകൾ വളരെ ഫലപ്രദമായി തീർന്ന് ഇവിടുത്തെ ആശങ്കകൾ പരിഹരിക്കപ്പെട്ട് വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകണം. ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു താൽക്കാലികമായ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെ വെള്ളപൂശുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മുൻപുണ്ടായതുപോലെ ഇത്തരത്തിൽ ഫൈറ്റുകൾ വീണ്ടും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകാതെ ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് കൈവശി പറയുകയാണ്. നന്ദി ശ്രീ അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചതിന്. വിജയൻ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.